നിർബന്ധം ഒരുപക്ഷേ വിജു പ്രഭാകർ വളരെ സ്റ്റഡീഡ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത്. അതിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നിലവിലുള്ള അലൈൻമെൻറ്റ്, കഴിഞ്ഞ ദിവസം അനുമതി നൽകിയ അലൈൻമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില ഘട്ടങ്ങളുണ്ട്. കിഴക്കേക്കോട്ടെ ഇതിലടക്കം വരേണ്ടി വരുന്ന ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ LMSലേക്ക് പോകുന്നതിനെക്കുറിച്ച്, ആ വളവിനെക്കുറിച്ച് പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണെങ്കിലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. PPP മോഡലാണെങ്കിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയും വരുത്തില്ല. അങ്ങനെ വളരെ സമഗ്രമായ ഒരു വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒരുപക്ഷേ ഈ DPR, ഇനി ദില്ലി മെട്രോയുടെ DPR വരുമ്പോൾ ഇതിനടക്കം മാറ്റമുണ്ടാകും. സർക്കാർ പ്രാഥമികമായ ഒരു അലൈൻമെൻറ്റിന് അനുമതി നൽകിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. കൊച്ചി മെട്രോ ഉണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഡ്രോബാക്സ് എന്താണെന്നതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ മെച്ചപ്പെട്ട രീതിയിൽ നേട്ടങ്ങൾ കൊയ്ത ചൈന അടക്കമുള്ള രാജ്യങ്ങളുണ്ട്, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു DPRലേക്ക് ഡൽഹി മെട്രോ കടക്കുക, പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയും ചെയ്യുക. ഇക്കാര്യങ്ങളിൽ ടൗൺ പ്ലാനിംഗ് അടക്കം പൊതുഗതാഗത സെക്രട്ടറി അടക്കം വിവിധ വകുപ്പുകളിൽ വ്യക്തമായി പഠനം നടത്തി ഇക്കാര്യത്തിൽ ദീർഘവീക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. അദ്ദേഹം വളരെ ഇൻഫർമേറ്റീവായിട്ടാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, അദ്ദേഹം മെട്രോയുടെ ചുമതല വഹിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെതായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വയം നിർമ്മിത നഗരമായിട്ടുള്ള നിരവധി പരിമിതികൾ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചുണ്ട്. അത് സംബന്ധിച്ച വളരെ ഈ മെട്രോ ഉണ്ടാക്കുന്ന മുഖച്ഛായ എങ്ങനെയാണ് മാറ്റുക, അത് മെട്രോ എന്ന റെയിൽവേ പൊതുഗതാഗത സംവിധാനം മാത്രമല്ല, നമ്മളെ പൊതുഗതാഗത സംവിധാനത്തെ ആകെ മാറ്റുകയും നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തെ മുഴുവൻ മാറ്റുകയും നഗരത്തിലെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ തന്നെ നഗരത്തിൻ്റെ മുഖച്ഛായയെ പൂർണ്ണമായി പരിഷ്കരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. ഒപ്പം തന്നെ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ DPR സംബന്ധിച്ച് ഇന്ന് തന്നെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ടുണ്ട്, നിരവധി മാറ്റങ്ങൾ ഇനി പ്രാഥമികമായിട്ടുള്ള അലൈൻമെൻറ്റ് സംബന്ധിച്ചാണ്. DPR വരുമ്പോഴേക്കും നിരവധി മാറ്റങ്ങൾ ഇത് സംബന്ധിച്ച് വരേണ്ടി വരും. അത് ദില്ലി മെട്രോ കോർപ്പറേഷനുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തും. അതിൽ തന്നെ ഇത്തരത്തിൽ ഈ കൊച്ചി മെട്രോ നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിരുന്ന മുന്നൊരുക്കം മാത്രമല്ല, അത് കൊച്ചി മെട്രോയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടത് ബിജു പ്രഭാകരനെ സൂചിപ്പിച്ച കച്ചവട സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത് പോകുമ്പോൾ കടന്നുണ്ടാകുന്ന ഗതാഗത കുരുക്ക്, ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് മെട്രോ കൊച്ചി തയ്യാറാക്കുന്ന സമയത്തിൽ പോലെയല്ല, അതിൻ്റെ അനുഭവങ്ങൾ കൂടി വച്ചിട്ട് തിരുവനന്തപുരത്ത് സാധ്യതമായിട്ടുള്ള മുഴുവൻ മുന്നൊരുക്കങ്ങളും ഇതിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തലസ്ഥാന നഗരവികസനത്തിൻ്റെ പൊതുഗതാഗതത്തെ മാത്രമല്ല, നഗരത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു ഇതായി തലസ്ഥാനത്തെ മെട്രോ മാറുകയാണ്. ഏകദേശം 15,000-ൽ-അധികം വരുന്ന യാത്രികർ ഉണ്ട് എങ്കിൽ അത് മെട്രോ ലൈറ്റ് അല്ല, അത് മെട്രോ സംവിധാനത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്, സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത് മെട്രോ റെയിൽവേക്കാണ്. അത് നേരത്തെ ബിജു പ്രഭാകർ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കുകയാണെങ്കിൽ ഓഫീസ് കോംപ്ലക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊടപ്പനക്കുന്ന് സംബന്ധിച്ച് നമ്മൾ സർക്കാർ ഓഫീസുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. അത് സർക്കാർ ഓഫീസുകൾ ഒരു കോംപ്ലക്സിലേക്ക് മാറ്റുന്നു, അത് ഈ മെട്രോയിലേക്ക് കണക്ട് ചെയ്യുന്നു. വിഴിഞ്ഞം പ്രോജക്റ്റിലേക്ക് ഭാവിയിലേക്ക് ഇത് നീളുന്നു. ടെക്നോ പാർക്ക് മുതൽ വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ നഗരത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളെയും ബന്ധിക്കുന്ന ശൃംഖലയായി മാറുന്നു. മുമ്പ് ബിജു പ്രഭാകർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ ഇലക്ട്രിക് ബസ് കൊണ്ടുവരുന്നപ്പോൾ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു, അതായത് നഗരത്തിൽ പൊതുഗതാഗതം മാത്രം യാത്രികരായി, ഗുണഭോക്താക്കളായി, ഉപഭോക്താക്കളായി ജനം മാറുന്നു. കാരണം പാപ്പനംകോടോ കഴക്കൂട്ടത്തോ വന്ന് ഒരു പൊതുവായിട്ടുള്ള ഒരു ഗ്യാരേജിലേക്ക്, ട്രാഫിക് ഒരു പാർക്കിംഗ് സ്റ്റേഷനിലേക്ക് വാഹനം ഒതുക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മെട്രോയിൽ കയറുക മാത്രമല്ല, മെട്രോ പൊതുഗതാഗതത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ, ടാക്സി, ഓട്ടോ എല്ലാ സംവിധാനങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ശൃംഖലയായി അത് മാറുകയാണെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി അഴിയും. അത് വികസിത രാജ്യങ്ങളിലൊക്കെ ഉള്ള സംവിധാനമാണ്. അതുകൊണ്ടാണ് അന്ന് ലാഭത്തിലല്ലെങ്കിൽ പോലും KSRTC ഇങ്ങനെ ജനത്തെ അവെയറാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഈ മെട്രോ കൂടി സാധ്യമാകുമ്പോഴേക്കും ഈ പൊതുഗതാഗത സംവിധാനത്തിലെ മുഴുവൻ ലിങ്ക് ചെയ്യുന്ന, അദ്ദേഹം പറഞ്ഞത് മിനി ബസ്സുകളെ സംബന്ധിച്ച് ഓരോ പ്രദേശങ്ങളിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നിന്ന് മിനി ബസ്സിൽ നിന്ന് പ്രധാന ബസ്സുകളിലേക്ക്, ഇലക്ട്രിക് ബസ്സിലേക്ക് പാസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത് ഗ്യാരേജുകളിലേക്ക്, പാർക്കിങ്ങിലേക്ക് വന്ന് അവിടെ നിന്ന് മെട്രോയിലേക്ക് കയറി അതാത് ഓഫീസുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് വിവിധ സർക്കിളുകളായി മാറ്റുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു സമഗ്രമായ പദ്ധതിയുടെ നിർണായകമായ ചുവടുവയ്പ്പായിരിക്കും തിരുവനന്തപുരത്തെ മെട്രോ റെയിൽ പദ്ധതി.